ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് തിരളിയപ്പം ഉണ്ടാക്കിയാലോ? പഴമയുടെ രുചിയുള്ള തിരളിയപ്പം. അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരിപ്പൊടി, ശർക്കര, പഴം, തേങ്ങ ചിരകിയത്, ഏലക്ക, മുന്തിരിങ്ങ. ഇതിൽ ഏലക്കയും മുന്തിരിയൊക്കെ നമ്മുടെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ സാധാരണ മുന്തിരിങ്ങ എന്നും ചേർക്കാറില്ല. പിന്നെ കുട്ടികൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനത് ചേർക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടേ? അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിന് പൊടിക്കുന്ന പോലെ തരിതരിയായിട്ട് പൊടിച്ച അരിപ്പൊടി എടുത്ത് ചെറുതായിട്ട് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. അതെടുത്ത് മാറ്റി വയ്ക്കുക. തേങ്ങ ചിരക്കി വയ്ക്കുക. ശർക്കര മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. അരിപ്പൊടിയിലേക്ക് തേങ്ങ, ശർക്കര എന്നിവ ചേർത്ത് കുഴയ്ക്കുക. അതിലേക്ക് 1-2 രസകദളിപ്പഴം കൂടി ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കണം. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഏലക്കപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ടെന്ന്. ഏലക്കപ്പൊടി ചേർത്തു. അതിൻ്റെ കൂടെ മുന്തിരിങ്ങ അതും കൂടി ഇട്ടു നന്നായിട്ട് ഈ മിശ്രിതം കുഴച്ച് പരുവത്തിനാക്കി എടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരട്ടിക്ക് കുഴയ്ക്കുന്നത് പോലെയല്ല തിരളിക്ക് നമ്മൾ മാവ് കുഴയ്ക്കുന്നത്. മാവ് നന്നായിട്ട് കുഴച്ച് അതൊരു പുട്ടിനുള്ള പരുവം കഴിയുന്നത് പോലെ, അതായത് പുട്ടിന് കുഴയ്ക്കുമ്പോൾ നമ്മൾ തുരുതാന്നിരിക്കില്ല, അതിന് ഇച്ചിരിയും കൂടെ ഇതായിട്ട് കുഴയ്ക്കുക. അതായത് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടെടുക്കുമ്പോൾ പൊടിഞ്ഞും പോകരുത്, എന്നാൽ ഇലയ്ക്കുള്ളിൽ അത് അമർന്നിരിക്കുകയും വേണം. ആ പരുവത്തിനാണ് നമ്മൾ തിരളിയുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത തെരളി മാവ് മാറ്റി വയ്ക്കുക. ഇനി ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പച്ച ഈർക്കിൽ, നമ്മുടെ പച്ച ഓലയിൽ നിന്ന് ഈർക്കിൽ ചീകിയെടുത്ത് വയ്ക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നായിട്ട് ഉണ്ടാക്കുന്ന അപ്പം കൊരുത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു മാല പോലെ ഇഡലിക്കുട്ടത്തിൽ വെച്ച് വേവിച്ചെടുക്കുന്നതിനാണ്. അപ്പോൾ നമ്മുടെ ഇല കഴുകിയെടുത്ത് വയ്ക്കുക. അതിലേക്ക് മാവ് ഓരോ പിടിയായിട്ട് വെച്ച് ഉരുട്ടി ഓരോന്നായിട്ട് എടുക്കുക. അത് ഈർക്കിൽ തുമ്പ് കെട്ടിയതിന് ശേഷം അതിൻ്റെ മറ്റേ അറ്റത്തു കൂടി അതിങ്ങനെ ഓരോന്നായിട്ട് കൊരുത്ത് മാല പോലെ വയ്ക്കുക. പിന്നെ കുമ്പിളപ്പം മാതിരിയും നമുക്ക് എന്തുണ്ടാക്കാം? തിരളി ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കുമ്പിൾ കോട്ടി പച്ചയിറക്കിൽ കൊരുത്ത് കുമ്പിൾ കോട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് ചേർത്ത് വെച്ച് ആവിയിൽ പുഴുങ്ങി നമുക്ക് എന്ത് ചെയ്തെടുക്കാം? തിരളി ഉണ്ടാക്കി എടുക്കാം. നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക് നമ്മുടെ നേദ്യമായിട്ട് നമ്മൾ തിരളിയപ്പം നൽകാറുണ്ട്. ഈ ഉത്സവകാലത്ത് ആറ്റുകാലമ്മയുടെ നടയിൽ പൊങ്കാലിടുന്നവരെല്ലാവരും തിരളി ഉണ്ടാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരാൻ ദേവി നിങ്ങളെ അനുഗ്രഹം നൽകട്ടെ. പിന്നെ നമുക്ക് തിരളി ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം.